നല്ലൊരു റിവെഞ്ച് ഡ്രാമ മൂവി ആവേണ്ട സിനിമയായിരുന്നു കൊണ്ടൽ. പക്ഷേ ഡ്യൂ ടു ഇറ്റ്സ് ഓവർ സ്ട്രെച്ച് കണ്ടീഷൻ ഒരു നോർമൽ മീഡിയോക്കർ ഒരു സാധാരണ നമ്മൾ കാണുന്നൊരു പടമായി മാറി. സെക്കൻഡ് ഹാഫിൽ ഈ സിനിമ ഒന്ന് വലിപ്പിക്കുന്നു പറഞ്ഞാൽ അനാവശ്യമായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യും. കാണുന്ന നമുക്ക് ഇത് എപ്പോഴേ തീർക്കായിരുന്നു പലപ്പോഴും തോന്നിപ്പോകുന്ന രീതിയിലേക്ക് സ്ട്രെച്ച് ചെയ്യും. അവിടെയാണ് ഈ സിനിമ പോയത്. അതല്ലാതെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നിർത്തിയ അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് തീർത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ടോൺ തന്നെ മാറിയേനെ. ഒരു നല്ല സാറ്റിസ്ഫൈങ് ഫീൽ ഒരു പക്ഷേ ഈ സിനിമ തന്നേനെ. പക്ഷേ ഇത് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫൈഡ് ഫീൽ ഇല്ല. അനാവശ്യമായിട്ട് നമ്മളെ കുറേ നേരം തിയേറ്ററിനകത്ത് ഇരുത്തി എന്ന് നമുക്കൊരു തോന്നൽ തോന്നും. അറൗണ്ട് ഒരു അരമണിക്കൂർ സിനിമയുടെ അനാവശ്യമായിട്ട് തോന്നും. കാരണം അത് ഈ കാണിച്ച സാധനം തന്നെയാണ് ഇവർ പിന്നെയും കാണിക്കുക. അതെന്താണ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ സിനിമ കുറച്ച് ടയേർഡാവും. ഇത് മാത്രമാണ് ഈ സിനിമയുടെ ഏക പ്രശ്നം. അല്ലാതെ നോക്കിയാൽ ഫസ്റ്റ് ഹാഫൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു ഫ്ലോയിൽ പോയിട്ടുണ്ടായിരുന്ന പടമാണ്. പെട്ടെന്ന് തീർക്കേണ്ട ഒരു സാധനമാണ്. ഒരു 2 മണിക്കൂറിന് താഴെ തീർക്കേണ്ട ഒരു കഥയെ 2.5 മണിക്കൂർ സ്ട്രെച്ച് ചെയ്തപ്പോൾ ഒരു ഫീലാണ് കൊണ്ടൽ എന്നുള്ള സിനിമയ്ക്കുള്ളത്. അല്ലാതെ നോക്കിയാൽ ഇതിൻ്റെ മേക്കിങ്ങും ഇതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള പ്ലോട്ടൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നല്ല രസമുണ്ട്. നമ്മളധികം സിനിമകളിൽ കാണാത്ത രീതിയിലുള്ള ഒരു ഫിഷിംഗ് ബോട്ട് അതിനിടയിൽ പോകുന്ന, അല്ലെങ്കിൽ അതിൽ കടലിൽ വെച്ചിട്ടാണ് സിനിമ മുഴുവൻ. ആൻഡ് സാധാരണ ഇങ്ങനത്തെ സിനിമകളൊക്കെ എടുക്കാറുള്ളപ്പോൾ ഫുള്ള് സെറ്റ് വെച്ചിട്ടാണ്. ഇതും സെറ്റൊക്കെ തന്നെ ആണെങ്കിലും ചില VFX ഇതിൽ പാളിപ്പോയിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ ആ ഒരു കടലിൻ്റെ അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമ ത്രൂ ഔട്ട് ആ കടലിനകത്താണ്. സോ ഈ ഒരു ഫിഷിംഗ് ബോട്ടും ആ ഒരു കടലും അതിലുള്ള കുറച്ച് ആൾക്കാരും മാത്രമാണ് സിനിമ. പക്ഷേ അതിനിടയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളെങ്കിലും അവർക്കിടയിലുള്ള മിസ്റ്ററീസ് ഇങ്ങനെ റിവീൽ ചെയ്ത് പോകാൻ സിനിമ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഇത് സാച്ചുറേറ്റ് ആവും. നമുക്ക് എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് നടക്കാത്തതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. ഇതിപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് എത്ര പെട്ടെന്ന് തീർക്കാം എന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് സിനിമ ഒന്ന് ഡ്രോപ്പ് ഡൗണിലേക്ക് പോകുന്നത്. അല്ലാതെ നോക്കിയാൽ ഇതിൻ്റെ ഒരു പ്ലോട്ടും പ്രീമിയേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. സോ ആ ഒരു സ്ട്രെച്ചിങ് മാറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് സിനിമ മാറിയാണ്. ചിലപ്പോൾ ഇത് OTT-യിലൊക്കെ ചിലവർക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടും. കാരണം ചിലപ്പോൾ ഒന്ന് അടിച്ചു വിട്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ചിലപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ സിനിമയുടെ ആസ്വാദനം മുഴുവനായിട്ട് മാറും. സോ ഈ രീതിക്ക് കുറച്ച് ഓവർ സ്ട്രെച്ചഡ് ആയി പോയത് കാരണം മാത്രം ഒരു അൺസാറ്റിസ്ഫൈഡ് ഫീൽ തന്ന, എന്നാൽ പ്ലോട്ട് വെച്ച് നല്ലൊരു അറ്റംപ്റ്റ് നടത്താൻ ശ്രമിച്ചൊരു പടമാണ് കൊണ്ടൽ. ആൻഡ് ആക്ഷൻ ബ്ലോക്കുകളൊന്നും വലിയ പഞ്ചില്ല. പെപ്പയുടെ ഇതിനു മുമ്പുള്ള മറ്റെല്ലാ സിനിമകളിലും ഇടി എന്ന് പറഞ്ഞാൽ തിയേറ്റർ കുലുങ്ങാറുണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു എഫക്റ്റ് ഒന്നുമില്ല. ഒരു സാധാരണ ഒരു ക്വിക്ക് കട്ട്സ് വെച്ചിട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളാണ് സിനിമയിലുള്ളത്. സോ അങ്ങനത്തെ കുറച്ച് സ്ഥലത്ത് ഈ സിനിമ പാളിപ്പോയിട്ടുണ്ട്. ഒരു പക്ഷേ ആക്ഷൻ ബ്ലോക്ക് കൂടി കുറച്ചും കൂടി പഞ്ചുള്ളതായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ട്രിം ഡൗൺ ചെയ്ത് ഒന്ന് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ ഒരു നല്ല സാറ്റിസ്ഫൈങ് ആക്ഷൻ അല്ലെങ്കിൽ റിവെഞ്ച് ഫ്ലിക്ക് എന്ന രീതിയിലേക്ക് എത്തും. രാജ്വി ഷെട്ടിനെയൊക്കെ അണ്ടർ യൂസ്ഡ് ആയിട്ട് പോലെ തോന്നി. ഈ ഒരു ക്യാരക്ടറിനൊക്കെ ആണെങ്കിൽ അത്രയും സ്ക്രീൻ ടൈം ഉള്ള ചെറിയൊരു ക്യാരക്ടറിനാണെങ്കിൽ അദ്ദേഹത്തിനൊക്കെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. വേറെ ആരെങ്കിലുമൊക്കെ വെച്ച് ചെയ്യായിരുന്നു. സോ അതൊക്കെ അൺയൂസ്ഡ് ആയിട്ടുള്ള പോലെയൊക്കെ തോന്നി. പക്ഷേ കുറേ സാധനങ്ങളൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ അധികം കാണാത്ത രീതിയിലുള്ള ഒരു പ്രീമേഴ്സ് സെറ്റ് ചെയ്യാനൊക്കെ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഇതാണ് പ്രശ്നം സിനിമയുടെ. ഹോപ്പ് ഡയറക്ടർ അടുത്ത പടത്തിൽ ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇതും കൂടി കണക്കിലെടുത്ത് നല്ലൊരു സിനിമ അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നു പ്രതീക്ഷിക്കാം. സോ കൊണ്ടൽ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.